ദേശീയ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിലെ ഐതിഹാസികമായ ഒരധ്യായമായി രേഖപ്പെടുത്തപ്പെട്ട മലബാർ കലാപത്തിൻ്റെ ദീപ്തമായ സ്മരണകൾ ഇന്നും അയവിറക്കി നിൽക്കുന്ന തിരൂരങ്ങാടി. കൊടുങ്കാറ്റിൻ്റെ രൗദ്രതയും കാട്ടാറിൻ്റെ ശാലീനതയും അഗ്നിയുടെ ചൂടും മഞ്ഞുതുള്ളിയുടെ കുളിരും മുറ്റിനിന്ന മായിൻകുട്ടിയുടെ ശബ്ദവീചികൾ അലയടിക്കുന്ന മണ്ണ്. അവിടെ ചവോക്ക് മരങ്ങൾക്ക് നടുവിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാലയം പോക്കർ സാഹിബ് മെമ്മോറിയൽ ഓർഫനേജ് കോളേജ്. കേൾവിയും കേൾപ്പോരുമില്ലാതിരുന്ന അറിവിൻ്റെ ലോകത്തു നിന്ന് ചരിത്രപരമായ കാരണങ്ങളാൽ ആട്ടിയകറ്റപ്പെട്ട സമൂഹത്തിലെ സാധുക്കളും സാധാരണക്കാരുമായ മനുഷ്യർക്ക് ജാതിമത ഭേദമന്യേ വിജ്ഞാനത്തിൻ്റെ മധുനുകരാൻ അവസരമൊരുക്കിക്കൊടുത്തുകൊണ്ട് പൂർവസൂരികൾ തന്നിലേൽപ്പിച്ച ധർമ്മം ഇന്നും വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ നിർവഹിച്ചു മുന്നോട്ടു പോവുകയാണ് ഈ വിദ്യാനികേതൻ. ആത്മാർത്ഥമായി അധ്യാപനം നടത്താനുള്ള കഴിവ് കൈമുതലായുള്ള കേമന്മാർക്ക് തലവരിപ്പണം വാങ്ങാതെ അവസരങ്ങൾ നൽകി കേരള ചരിത്രത്തിൽ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ പാരമ്പര്യത്തിൻ്റെ തുടർക്കണ്ണിയായി മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ ഒരുപാട് ഗുണങ്ങൾ സമ്മാനിച്ച് PSMOയുടെ വാതിലുകൾ സന്മനസ്സുള്ളവർക്കായി മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്. സുകൃതം ചെയ്ത മഹത്തുക്കളുടെ പാദസ്പർശമേറ്റ് പുളകമണിഞ്ഞ മണ്ണിൽ ഒരു സുപ്രഭാതത്തിൽ സ്വയംഭൂവായതല്ല ഈ കെട്ടിട സമുച്ചയങ്ങൾ. അവനവനു വേണ്ടിയല്ലാതെ ജീവിച്ച് സർവസ്വവും അഭയം തേടിയെത്തുന്നവർക്ക് സമർപ്പിച്ച യതിവര്യന്മാരുടെ ത്യാഗസുരഭിലമായ ജീവിതം ഓർമ്മിക്കാതെ PSMOയെക്കുറിച്ചുള്ള ഒരാലോചനക്കും തുടക്കം കുറിക്കാനാവില്ല. കാലയവനികക്കുള്ളിൽ മറഞ്ഞ ഒട്ടേറെ മഹാരഥന്മാരുടെ അക്ഷീണമായ പ്രയത്നത്തിൻ്റെ ഫലവും കൂടിയാണ് ആകാശത്തോളം വളർന്നു നിൽക്കുന്ന സൗദാബാദ് എന്ന അനുഗ്രഹത്തിൻ്റെ നീരുറവ. അറിവ് മാത്രമല്ല ഇവിടെ വിദ്യ തേടിയെത്തിയവർക്ക് PSMO നൽകിയത്. അശരണരോടും അനാഥകളോടുമുള്ള അനുഭൂതിയും വറ്റാത്ത സ്നേഹത്തിൻ്റെ സ്രോതസ്സുകളും ഈ ക്യാമ്പസ് നമുക്ക് സമ്മാനിക്കുകയുണ്ടായി. ഇവിടെ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം അഗാധവും സ്നേഹസുരഭിലവുമായിരുന്നു. സൗദാബാദിൽ ചെലവഴിച്ച ഓരോ നിമിഷങ്ങൾക്കും നമ്മെ തഴുകി തലോടി കടന്നുപോയ മന്ദമാരുതനും എന്തിന് ഇവിടുത്തെ ഓരോ മണൽത്തരിക്കും പറയാൻ ഒരുപാട് കഥകളുണ്ടാകും. എല്ലാം നമ്മളുടെ മനസ്സിൽ സമൃദ്ധമായി നിൽക്കുന്നതുകൊണ്ടായിരിക്കാം ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിപ്പോയ ഓരോരുത്തരുടെ സ്മൃതിപഥങ്ങളിലും യുവത്വത്തിൻ്റെ പ്രസരിപ്പ് എപ്പോഴും പ്രകടമാകുന്നത്. കൗമാരത്തിൻ്റെ ആർപ്പുവിളികളും പൊട്ടിച്ചിരികളും സ്നേഹത്തിൻ്റെ ഒടുങ്ങാത്ത ഒഴുക്കും ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ തീക്ഷ്ണമായ മാധുര്യവും പൊങ്ങച്ചത്തിൻ്റെ പട്ടുവർത്തമാനങ്ങളില്ലാത്ത ഗ്രാമീണാന്തരീക്ഷവും PSMOയുടെ മാത്രം പ്രത്യേകതകളാണെന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയുണ്ടാവില്ല. മങ്ങിയും ഒളിഞ്ഞും ഇരുന്ന കലാകായിക മികവ് സൗഹൃദത്തിൻ്റെ ക്യാൻവാസിൽ തേച്ചുമിനുക്കി പാകപ്പെടുത്തിയപ്പോൾ അരങ്ങിലുണർന്നത് ചിലങ്കയുടെ താളലയമായിരുന്നു. അവസാനം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞുപോയ ഒരു സംഗീതം പോലെ കണ്ടു കൊതിതീരാത്ത സ്വപ്നങ്ങളെ ബാക്കിയാക്കി പറഞ്ഞുതീരാത്ത പ്രണയവർത്തമാനങ്ങളെ യവനികക്കപ്പുറത്ത് ഉപേക്ഷിച്ച് സജലങ്ങളായ മിഴികളെ സാക്ഷിയാക്കി നമ്മുടെ പ്രിയപ്പെട്ട കലാലയത്തോട് വിടചൊല്ലി പുറത്തുപോയപ്പോൾ തേങ്ങലടക്കാൻ നാം ഓരോരുത്തരും ഒരുപാട് പാടുപെട്ടിട്ടുണ്ടാകും. പൊഴിഞ്ഞുപോയ ഓർമ്മകളെയും കാലം മങ്ങൽ വീഴ്ത്തിയ കിനാക്കളെയും പൊടിതട്ടിയെടുത്ത് മറന്നുപോയ മുഖങ്ങളെ ഓർത്തെടുക്കുവാനും പറഞ്ഞു തീരാത്ത കഥകൾ പറഞ്ഞു തീർക്കുവാനും ഈ ഇടനാഴികകളിൽ ഒരിക്കൽ കൂടി നാം ഒത്തുകൂടുകയാണ്. ഈ കൂട്ടായ്മക്ക് അവസരമൊരുക്കിയ സംഘാടകരോടുള്ള കൃതജ്ഞത വാക്കുകളിലൊതുക്കി അതിൻ്റെ മൗനഭംഗി നഷ്ടപ്പെടുത്താതിരിക്കലാകും നല്ലത്. സ്വാർത്ഥതയിൽ അഭിരമിക്കുന്ന പുതിയ കാലത്തിൻ്റെ നെറുക നിന്ന് സാമൂഹ്യ പ്രതിബദ്ധതയുടെയും സേവനത്തിൻ്റെയും വിശലുകൾ ഒരുമിച്ചു പാടാൻ ഈ കൂട്ടായ്മ സഹായകമാകുമെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയ ധന്യത. ചമൽക്കാരങ്ങളുടെ അകമ്പടിയില്ലാതെ ചായക്കൂട്ടുകളുടെ കൃത്രിമമായ വർണ്ണപ്പൊലിമകളില്ലാതെ ഏകമനസ്സോടെ ഒരു മഹാപ്രവാഹമായി നമുക്ക് നന്മയുടെ തീരങ്ങളെ ലക്ഷ്യമാക്കി നീങ്ങാം.